ഗൈസപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖമാണ്. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴയൊക്കെ ആയണ്ടേ ഒരു തേങ്ങ നടക്കണ്ടായില്ല. രാവിലെ വരാം, കുറച്ചു നേരം ഇവിടെ മഴയും വെള്ളവും ചെളിയും. അപ്പൊ ഇപ്പൊ 2 ദിവസമായിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗൈസ് ഇന്ന് രാവിലെ നമ്മുടെ ശ്രീധരന്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ഗൈസ്. വേറൊന്നുമല്ല, ഈ 4-4 ഉണ്ടല്ലോ, 4-4 6-4 അറഞ്ചം പുറഞ്ചം വെട്ടിയേക്കുന്നത് ഇതിൽ കൂടെ ഒക്കെ വെട്ടി തമ്പൂറാക്കിയേക്കുന്ന സാധനം. അപ്പോ ഇപ്പൊ ഈ ഒരുമാതിരി വീഡിയോ ചെയ്യണ എല്ലാവരും ഇപ്പൊ ഇതേപോലെ ഐലൈൻ ഷീറ്റ് ഇട്ട് അഡാപ്റ്ററൊക്കെ ഇട്ടിട്ട് തന്നെയാണ് DB കൊടുക്കണം. അല്ലാതെ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്, അവർക്ക് അറിയില്ല. നമ്മൾ നാലിലും വീഡിയോയിലൂടെ കറക്റ്റ് ആയിട്ട് പറയണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് അറിയാവുന്നവർ ഇത് കാണാട്ടെ, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ വേറെ വഴി പോകും. അറിയാൻ പാടത്തിൽ നോക്ക്. നമ്മളിതിപ്പോ ഈ കവറില്ലേ ഗൈസ്, ഇതിപ്പോ ഇതിന്റെ കവറാണിത്. ഈ കവർ അപ്പൊ ചോദിക്കും ഈ കവർ ഊരി കളയേണ്ടതെന്ന് ചോദിക്കും. ഈ കവർ നമ്മളിങ്ങോട്ട് ഊരാ, ഇപ്പൊ ഈ കവർ ഊരാ. അതിനുശേഷം നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ കടയില്ലേ, അവിടെ എന്തായാലും കട ഉണ്ടാവില്ല ലോക്കലില്, അവിടെ ചെന്നിട്ട് അവരോട് പറയാം ഈ വേസ്റ്റ് കിടക്കണ ഈ ഷീറ്റ് ഉണ്ട്, ഈ ഹൈലൈൻ ഷീറ്റ്, ഈ ഷീറ്റ് നമ്മൾ അത് എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ഈ ഷീറ്റ് ഈ അളവിന് തന്നെ നമ്മൾ തുളയ്ക്കാം. മനസ്സിലായോ? ഈ സാധനം ഈ അളവിന് തന്നെ തുളയ്ക്കാം. നമുക്കൊന്ന് മാർക്ക് ചെയ്ത് തുളച്ചതിന് ശേഷം ഈ സാധനം എന്തേ ഇതുപോലെ ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ ഡ്രില്ല് ചെയ്യാം, സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ അടിഭാഗം ഈ ഒരു കണ്ടീഷനിൽ വരും, അതായത് ഇതുപോലെ തന്നെ സെയിം വരും. ശേഷം നമ്മൾ DB വച്ച് നോക്കുക, എവിടെയൊക്കെയാണ് അഡാപ്റ്ററുകൾ ഇറങ്ങേണ്ടതെന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ആ വെച്ച് നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഹോൾസോ ബിറ്റ് ഉപയോഗിച്ച് തുളയ്ക്കാം. തുളച്ചതിന് ശേഷം ഈ അഡാപ്റ്റർ നമ്മൾ ഇതിനകത്തേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഹോൾസോ ബിറ്റ് ഉപയോഗിച്ച് തുളയ്ക്കാന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തുളയ്ക്കാത്തത്. എന്നിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്തത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പൈപ്പുകൾ 20 to 25 അഡാപ്റ്റർ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. നമുക്ക് ആവശ്യമുള്ള പൈപ്പുകൾ നമുക്ക് ഇവിടെ ഇറക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 2 DB വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ പേര് ഇപ്പം ഇങ്ങനെ നിരങ്ങാൻ വരും, എന്തായാലും അവിടെ നിൽക്കട്ടെ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു 4ന്റെ ഇൻവെർട്ടർ DB. കാരണം ഞാൻ നോക്കിയപ്പോൾ ഒറ്റ DB വലുത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ടർ DB ഒഴിവാക്കിയായിരുന്നു ഇപ്പം. അപ്പോൾ സിംഗിൾ DB വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അതിനകത്ത് കൊള്ളള്ള 36 MCB വെച്ചാൽ, പക്ഷേ അതിനകത്ത് ഈ ന്യൂട്രൊക്കെ കൂടി ആകെ കൺജസ്റ്റഡ് ആവും. പിന്നെ അതുമല്ല, അപ്പോൾ സെപ്പറേറ്റ് ഒരു 4ന്റെ TPM വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 12 MCBയോളം ഒരു 1600 സ്ക്വയർ ഫീറ്റ് വീടായത് അത് നിന്നോളും. ഒരു 8ന്റെ സാധാരണ മെയിൻ DB കൊടുത്തു, മെയിൻ അല്ല പവർ DB, മെയിൻ DB എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് കൊടുക്കുന്ന സാധനം. അങ്ങനെയൊക്കെ ഉണ്ട്, കുറെ അളിയന്മാർ ഇതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്, അത് വേറെ കേസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെയ്യണം. പിന്നെ ഇൻവെർട്ടറിന്റെ കേസ് അതൊക്കെ നമുക്ക് വേറെ പറയാം. അപ്പൊ ഇത് ഈ ഒരു ചെറിയ കാര്യം വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ മാക്സിമം 4-4 ഇതേപോലെ തന്നെ ഇതിട്ട് തുളയ്ക്കട്ടെ കൈസ്. ഈ ബിറ്റ് ഇട്ടിട്ടേ ഈ സാധനം ഇട്ടിട്ട് തുളയ്ക്കട്ടെ. 4-4 6-4 ഇത് വെച്ചിങ്ങനെ തുളച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 25 പൈപ്പ് കയറി ഇരുന്നോളൂ. അതായിരിക്കും ബെറ്റർ. അപ്പൊ ഓക്കെ ഗൈസ്, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.